ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഈശോയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. തിരുകുടുംബത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ, തിരുകുടുംബം നമ്മെ പഠിപ്പിക്കുന്ന ചിന്തകൾ നാം മനസ്സിലാക്കുകയായിരുന്നു. അധ്വാനത്തിൻ്റെ ഒരു കുടുംബം, ജീവിതം തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്ന മാതാവും ഔസേപ്പിതാവും, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, അധ്വാനത്തിൻ്റെ ഒരു മാതൃക തിരുകുടുംബത്തിലെ നാം മനസ്സിലാക്കുന്നു. രണ്ടാമത്, തിരുകുടുംബത്തിൽ നാം പഠിക്കുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നൊരു കുടുംബം. എടുത്തു ചാടി തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന് പകരം ജീവിതത്തിൻ്റെ സാഹചര്യത്തിലെ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് അത് മനസ്സിലാക്കുന്നൊരു കുടുംബം. അവൻ അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം പറയുന്നു, ഇതെല്ലാം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മനോഹരമായ മാതൃക. അതോടൊപ്പം തന്നെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലെ പരസ്പരം പഴിചാരാതെ വിജയങ്ങളിലെത്തുമ്പോൾ അതിനുള്ള അംഗീകാരം, അർഹമായ അംഗീകാരം ജീവിത പങ്കാളിക്ക് നൽകുന്ന തിരുകുടുംബം. നിൻ്റെ പിതാവും ഞാനും കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു മകനേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് പറയുന്ന പരിശുദ്ധ അമ്മ, നിൻ്റെ പിതാവെന്ന് പറയുമ്പോൾ ഔസേ പിതാവിനെ നൽകേണ്ട ക്രെഡിറ്റ്, നഷ്ടപ്പെട്ടു പോയ ഈശോയെ 3 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന ആ വാചകം, നിൻ്റെ പിതാവും ഞാനും. ഔസേ പിതാവിന് നൽകേണ്ട ആ ക്രെഡിറ്റ്, ഔസേ പിതാവിന് നൽകേണ്ട ആ അംഗീകാരം, അർഹമായ അംഗീകാരം പരിശുദ്ധ അമ്മ നൽകുന്നത് കൃത്യമായിട്ട് നാം കാണുന്നു. അതോടൊപ്പം തന്നെ ഈശോയോട് പോലും ഈശോ മകനാണ്, ഈശോ ദൈവപുത്രനാണ്, ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തേ മകന് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനായിട്ട് ധൈര്യം കാണിക്കുന്ന പരിശുദ്ധ അമ്മ മക്കളോട് ചോദിക്കേണ്ട രീതിയിൽ ശാന്തമായിട്ട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം ക്ഷമയോടെ ചോദിക്കാനായിട്ടുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും ഈ അവസരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഇന്ന് നാം ധ്യാനിക്കുക, അല്പം കൂടി ആഴത്തിൽ ധ്യാനിക്കുക തീർച്ചയായിട്ടും ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഔസേപ്പിതാവിനെക്കുറിച്ച് വചനം പറയുന്നു, അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ നാം ഇപ്രകാരമാണ് ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ പ്രതിസന്ധിയെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും. എന്താണ് നീതി? നീതി നമുക്കറിയാം, അർഹതപ്പെട്ടവനെ അർഹതപ്പെട്ടത് നൽകുക എന്നുള്ളതാണ് നീതി. ദാറ്റ് ഈസ് ജസ്റ്റിസ്. അർഹതയുള്ളവന് അർഹതപ്പെട്ടത് നൽകുക, അതാണ് നീതി. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിലെ ഔസേപ്പിതാവ് നീതിയുടെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ പരിശോധിച്ച് വരുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ തലം ഒരു നൈയാമികമായ തലമാണ്, ലീഗൽ നൈയാമികമായ തലമാണ്. അത് എഴുതപ്പെട്ടൊരു തലമാണ്. മോശയുടെ നിയമം ആ കാലഘട്ടങ്ങളിലുണ്ട്. അതാണ് യഹൂദർ അനുസരിച്ചിരുന്ന എഴുതപ്പെട്ട നിയമം. ആ നിയമം അനുസരിച്ച് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിയമം അനുസരിക്കുന്നൊരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് വിട്ടുകൊടുക്കണം, മരണത്തിനെ വിട്ടുകൊടുക്കണം. അത് നാം വായിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിലെ 22-ാം അധ്യായം 21-ാം തിരുവചനം, വ്യഭിചാരത്തിന് ശിക്ഷ മരണമാണ്. വ്യഭിചാരത്തിനുള്ള ശിക്ഷ മരണമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായം 4-ാം തിരുവചനത്തിലും നാം ഇത് വായിക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളായി കാണുമ്പോൾ ഫരീസയർ ഒരുമിച്ച് ചേർന്ന് ആ സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചോദിക്കും, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. കല്ലെറിഞ്ഞു കൊല്ലുക.
യോഹന്നാൻ്റെ സുവിശേഷം 8-4 പക്ഷേ ഈ നൈയാമികമായ നിയമം അതിനതിൻ്റേതായൊരു തലമുണ്ട്. അത് ചില സാഹചര്യങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ആവശ്യകതയുമുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഔസേപ്പിതാവ് ഇതേക്കുറിച്ച് ധ്യാനിച്ച് ഈ നൈയാമികമായ തലത്തിന് മുകളിലേക്ക് തൻ്റെ നീതിബോധം വളർന്നു പോകണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഔസേപ്പിതാവ് ആലോചിക്കുന്നത് അതാണ്. ഔസേപ്പിതാവ് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഇടപെടൽ അതിനു മുമ്പുണ്ടായി കാണണം, സംസാരിച്ച് കാണണം. അതിൽ നിന്നെല്ലാം ഔസേപ്പിതാവിൻ്റെ മനസ്സ്, ഔസേപ്പിതാവിൻ്റെ മനസാക്ഷി ഔസേപ്പിതാവിനോട് പറയുന്നുണ്ടായിരിക്കണം, ഒരുപക്ഷേ മറിയം കുറ്റക്കാരിയാകാൻ ഇടയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യണം? ഞാൻ ചെയ്യേണ്ടത് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കണം. അങ്ങനെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ എന്തുണ്ടാകും? ഇറ്റ് ഈസ് എ വിൻ വിൻ സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ഔസേപ്പിതാവ് സ്ഥലത്ത് നിന്ന് വീടാണ്, സ്ഥലം കാലിയാക്കാണ്. ഔസേപ്പിതാവ് നാട് വിട്ടു പോകാണ്. ഔസേപ്പിതാവ് നാട് വിട്ടു പോയാൽ എന്തുണ്ടാകും? നാട്ടുകാരന്വേഷിക്കും, പരിശുദ്ധമ്മ ഗർഭവതിയാണ്, ഔസേപ്പിതാവ് ഇല്ല. പരിശുദ്ധ അമ്മയെ കുറ്റം വിധിക്കാൻ ഔസേപ്പിതാവിന് മാത്രമേ സാധിക്കൂ. പരിശുദ്ധ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഔസേപ്പിതാവിനെക്കുറിച്ച് ആദ്യ ദിവസങ്ങളിലൊക്കെ ചിലതൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, അവൻ നാട് വിട്ടുപോയി എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഔസേപ്പിതാവ് മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ പ്രഗത്ഭനായൊരു മരപ്പണിക്കാരനായിരുന്നു. മിടുക്കനായ, സമർത്ഥനായ, നൈപുണ്യമുള്ള ഒരു മരപ്പണിക്കാരനാണ്. ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്നെല്ലാം വിട്ടെറിഞ്ഞ് വേറൊരു നാട്ടിൽ പോയി പുതിയൊരു ജീവിതം ഔസേപ്പിതാവിനെ ആരംഭിക്കുകയും ചെയ്യാം. സോ ഇറ്റ് ഈസ് എ വിൻ വിൻ സിറ്റുവേഷൻ. മാതാവിനൊന്നും പറ്റുന്നില്ല, ഔസേപ്പിതാവ് വേറൊരു നാട്ടിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്യാം. ഔസേപ്പിതാവ് ഇതേക്കുറിച്ചാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നീതിയുടെ അടുത്തൊരു തലമാണ്, അതൊരു സാൻമാർഗിക തലമാണ്. ഐ വുഡ് സേ ഒരു മോറൽ സ്റ്റെപ്പാണത്. നീതിയുടെ ഒരു സാൻമാർഗിക തലം, ഒരു എത്തിക്കൽ വേ ഓഫ് ഡൂയിങ് ദ തിങ്. മാതാവിനെ അപമാനമുണ്ടാക്കാതെ മാതാവിനെ രക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു വിഷമമുണ്ടെങ്കിലും അത് വലിയ വിഷമമല്ല, വേറൊരു നാട്ടിൽ ചെന്ന് പുതിയൊരു ജീവിതമുണ്ടാവുക. പക്ഷേ അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആലോചിച്ച് തമ്പുരാനോട് ആലോചന ചോദിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി ജോസഫിനോട് പറയുന്നത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ ഈശോ എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഔസേപ്പിതാവിനെക്കുറിച്ച് നാം വായിക്കുന്നത്, ഔസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, ദൈവം ആവശ്യപ്പെടുന്നത്, ഔസേപ്പിതാവിനോട് ആവശ്യപ്പെടുന്നത് ഏറ്റെടുക്കാനാണ്. ദൈവം ഔസേപ്പിതാവിനോട് ആവശ്യപ്പെടുന്നത് സ്വീകരിക്കാനാണ്, ഒളിച്ചോടാനല്ല. ദൈവം ഔസേപ്പിതാവിനോട് ആവശ്യപ്പെടുന്നത് ആ പിതൃത്വം ഏറ്റെടുക്കാനാണ്, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാണ്, ആ സംരക്ഷണം ഏറ്റെടുക്കാനാണ്, അതോടൊപ്പം വരുന്ന എല്ലാം ഏറ്റെടുക്കാനാണ്. ഔസേപ്പിതാവ് ഏറ്റെടുക്കുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് മുമ്പേ അവർ സഹവസിക്കുന്നതിന് മുമ്പേ ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തിൻ്റെ പിതൃത്വം ഔസേപ്പിതാവ് ഏറ്റെടുക്കുമ്പോൾ മറിയത്തിനൊന്നും സംഭവിക്കുന്നില്ല, പരിശുദ്ധമ്മ സുരക്ഷിതയാണ്. ഔസേപ്പിതാവിനെക്കുറിച്ച് ആ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞു കാണും, ഔസേപ്പിതാവിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കാണും, അത് ഏറ്റെടുക്കുകയാണ്. തനിക്ക് ആ ഏറ്റെടുക്കലിലൂടെ ലഭിച്ചേക്കാവുന്ന അപമാനങ്ങളൊക്കെ ഔസേപ്പിതാവ് സ്വീകരിക്കുകയാണ്. ഔസേപ്പിതാവ് ഏറ്റെടുക്കുകയാണ്, ആ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി കൂടിച്ചേർന്ന് വരുന്ന എല്ലാം, ഒരുപക്ഷെ അതോടുകൂടി കൂടിച്ചേർന്ന് വന്നേക്കാവുന്ന മനുഷ്യരുടെ ഇത്തരം ചിന്തകളും സംസാരങ്ങളും അവരുടെ ആ തരത്തിലുള്ള പറച്ചിലുകളുമൊക്കെ, അതിൻ്റെ കുറവുകളും കുറ്റപ്പാടുകളുമൊക്കെ ഔസേപ്പിതാവ് ഏറ്റെടുക്കുകയാണ്.
ഏറ്റെടുക്കലാണ് കാരുണ്യത്തിൻ്റെ പൂർണ്ണത. എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റെടുക്കലാണ്. സ്നേഹമുള്ളവരെ, നീതിയുടെ ഈ തലങ്ങളിലേക്ക് നാം വളരേണ്ടതുണ്ട്. നീതിയുടെ ആദ്യത്തെ തലം എത്തിക്കൽ, നീതിയുടെ ആദ്യത്തെ തലം നൈയാമികമായ തലം. എനിക്ക് വേണ്ടത് ഞാൻ മേടിച്ചെടുക്കുക, എൻ്റെ അവകാശങ്ങൾ ഞാൻ മേടിച്ചെടുക്കുക, നീതിയുടെ ആദ്യത്തെ തലം. നീതിയുടെ രണ്ടാമത്തെ തലം എനിക്ക് വേണ്ടതും നിനക്ക് വേണ്ടതും രണ്ടും വാങ്ങിച്ചെടുക്കുക. നീതിയുടെ മൂന്നാമത്തെ തലം ഞാൻ നഷ്ടം സഹിച്ചേ നിനക്ക് ഗുണമുണ്ടാകട്ടെ, ഞാൻ നഷ്ടം സഹിച്ചേ, ഞാൻ അപമാനം സഹിച്ചേ, ഞാൻ ദുഃഖം സഹിച്ചേ നിനക്ക് ഗുണമുണ്ടാകട്ടെ എന്നുള്ള നീതിയുടെ തലം. ആ നീതി ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി കാരുണ്യത്തിൻ്റെ മറ്റൊരു പദമല്ലേ എൻ്റെ പ്രിയമുള്ളവരെ? അതുകൊണ്ട് തന്നെയല്ലേ ഈശോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിബോധമാകുന്ന ആ നൈയാമികമായ തലത്തിൽ നിന്നും, ഒരുപക്ഷേ ആ മോറൽ തലത്തിൽ നിന്നും ഉയർന്ന് നഷ്ടം സഹിക്കുന്ന തലത്തിലേക്ക് എൻ്റെ നീതിബോധം വളരുമ്പോഴാണ് ദൈവത്തിനു മുമ്പാകെ ഞാൻ നീതിമാനായിട്ട് രൂപാന്തരപ്പെടുക എന്ന് ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിന് ഇത് നൽകുന്ന വലിയൊരു പാഠമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. എൻ്റെ അവകാശങ്ങൾ എനിക്ക് വേണ്ടത് പിടിച്ചെടുക്കലല്ല, കൊടുത്തു തീർക്കലാണ്. ഞാൻ നൽകുന്നതാണ് യഥാർത്ഥത്തിലുള്ളൊരു നീതി. ഞാൻ നഷ്ടം സഹിക്കുകയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി. എൻ്റെ അധ്വാനത്തിലൂടെ ഞാൻ നഷ്ടം സഹിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജീവിച്ചെന്നെ തന്നെ നൽകുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ മുറിക്കുകയാണ്. കുടുംബത്തിലുള്ള ദിവ്യകാരുണ്യം എന്നെ തന്നെ മുറിച്ച് വിളമ്പുകയാണ്. ഞാൻ നഷ്ടം സഹിച്ച് എന്നെ തന്നെ മുറിച്ച് വിഭജിച്ച് എൻ്റെ രക്തം ചിന്തി എൻ്റെ ചുറ്റുമുള്ളവർക്ക് നൽകുന്നതാണ് ഈശോയെപ്പോലെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ കുടുംബത്തിന് നമ്മൾ ദിവ്യകാരുണ്യമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഈ നീതി തലങ്ങളിലേക്ക് വളർന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. ഈ നീതിയുടെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് നമുക്ക് വളരേണ്ടതുണ്ട്. മിഖായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതാണ് എൻ്റെ പ്രിയമുള്ളവർ. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക. സ്നേഹമുള്ളവരെ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ നീതിബോധവും കാരുണ്യവും പരസ്പരം ഉൾച്ചേർന്നിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ സ്പർശനമില്ലാതെ ആ നീതിയെ നോക്കിക്കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന് ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടത് പിടിച്ചു വാങ്ങലല്ല, ഞാൻ കൊടുത്തു തീർക്കുന്നതാണ്. നിനക്ക് വേണ്ടത് ഞാൻ നൽകുന്നതാണ്. നിനക്ക് വേണ്ടി ഞാൻ നഷ്ടം സഹിക്കുന്നതാണ് ഒരുപക്ഷെ സുവിശേഷത്തിലെ നീതിബോധമെന്നും ഈ അവസരത്തിലെ നാം തിരിച്ചറിയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിലെ നാം ഇപ്രകാരം വായിക്കുന്നു, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ആരുമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ, അനാഥർക്ക് നീതി ചെയ്യുമ്പോൾ, അർഹതപ്പെട്ടത് നൽകുമ്പോൾ കാരുണ്യത്തിലേക്ക് നീങ്ങുന്ന നീതിയെക്കുറിച്ച് പഴയ നിയമത്തിലും കൃത്യമായ സൂചനകളുണ്ട്. സ്നേഹമുള്ളവരെ, ആ നീതിയുടെ മേഖലയിലേക്ക് വളരാനായിട്ട് നമ്മുടെ മനസ്സുകൾ നാം വളർത്തേണ്ടതുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, യാക്കോബ് ഏസാവിനെ മടങ്ങി വന്ന് നാട്ടിൽ കാണുന്ന അനുഭവം. ചതിച്ച് കടിഞ്ഞൂൻ പുത്രൻ്റെ അവകാശം പാൽപ്പായസത്തിലൂടെ നൽകി പിതാവിൻ്റെ അനുഗ്രഹം ഒരു തരത്തിൽ അടിച്ചെടുത്ത് നാടുവിട്ടവനാണ് യാക്കോബ്. ആ യാക്കോബ് തിരികെ ലാബാൻ്റെ പക്കൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചോടി വീണ്ടും ഏസാവിൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. നാട്ടിലെത്തുമ്പോൾ യാക്കോബിന് ഭയമാണ്. സഹോദരൻ ഏസാവ്
തന്നെ വധിച്ചു കളയുമോ എന്ന്. തനിക്കുള്ളതെല്ലാം ഗണങ്ങളായിട്ട് തിരിച്ച്, 2 ഗണങ്ങളായിട്ട് തിരിച്ച് സമ്മാനങ്ങൾ നൽകി, സമ്മാനങ്ങൾ മുൻപേ നൽകി യാക്കോബ് കാത്തിരിക്കുകയാണ് ഏസാവിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന്. പേടിച്ചരണ്ട് നിൽക്കുകയാണ് യാക്കോബ്. എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം. ഏസാവിൻ്റെ പ്രതികരണം എന്താണെന്ന് യാക്കോബിനെ തീർച്ചയായിട്ടും ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. പക്ഷേ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വായിക്കുന്നു, അകലെ യാക്കോബിനെ കാണുമ്പോൾ ഏസാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവരെ പരസ്പരം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് യാക്കോബ് ഏസാവിനോട് പറയുന്നൊരു വാചകമുണ്ട്, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന വണ്ണമാണ് ഞാൻ ഇന്ന് അങ്ങയുടെ മുഖം കണ്ടത്. ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന വണ്ണമാണ് ഞാനിന്ന് അങ്ങയുടെ മുഖം കണ്ടത്. ഏസാവിനെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയൊരു വാചകം, ദൈവത്തിൻ്റെ മുഖം പോലെ യാക്കോബിനെ, ദൈവത്തെ കണ്ടവനാണ് യാക്കോബ്, ഏസാവിൻ്റെ മുഖം കണ്ടത്രേ. സ്നേഹമുള്ളവർ, നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണെങ്കിലേ ക്ഷമിക്കാൻ സാധിക്കണം, കരുണ കാണിക്കാൻ സാധിക്കണം. കുടുംബത്തിൽ ആരംഭിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന വണ്ണമാണ് ഇന്ന് അങ്ങയുടെ മുഖം ഞാൻ കണ്ടത് എന്ന് ഏസാവിൻ്റെ മുഖത്തെക്കുറിച്ച് യാക്കോബ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മുടെ മുഖവും ദൈവത്തിൻ്റെ ശോഭയുള്ള മുഖങ്ങളായി രൂപാന്തരപ്പെടണമെങ്കിലേ ക്ഷമിക്കാൻ സാധിക്കണം, മറക്കാൻ സാധിക്കണം, സ്നേഹത്തോടെ ആയിരിക്കാൻ സാധിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള സൗഹൃദ ബന്ധങ്ങളിലേക്ക്, സഹോദര സ്നേഹങ്ങളിലേക്ക് ഈ ഏസാവിൻ്റെ ഈ ചെയ്തികൾ, ഈ കാരുണ്യത്തിൻ്റെ ചെയ്തികൾ പെയ്തിറങ്ങാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ മുഖം കാണിക്കാൻ ഇടവരട്ടെ. നഷ്ടം സഹിക്കുന്നവരാണ് ഏസാവ്, നഷ്ടം സഹിക്കുന്നവനാണ് ഏസാവ്. പക്ഷേ ദൈവത്തിൻ്റെ മുഖമായി ആ നഷ്ടം സഹിച്ചവൻ രൂപാന്തരപ്പെടുന്നത് ഈ കാരുണ്യം കാണിച്ചപ്പോഴാണ്. ഈ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ ആർജവമുള്ള ബന്ധങ്ങളായിട്ട് രൂപാന്തരപ്പെടുക. സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ അത് നിലനിൽക്കുക എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്ഷമയുടെ വലിയൊരു സന്ദേശം പഴയ നിയമത്തിലെ ഈ ഏസാവ് യാക്കോബ് ബന്ധം നമുക്ക് തീർച്ചയായിട്ടും നൽകുകയാണ്. അപ്പോൾ നാം ഇന്ന് ചിന്തിച്ചു വന്നത് ഔസേപ്പിതാവിൻ്റെ നീതിബോധത്തെക്കുറിച്ചാണ്. ആ നീതിബോധം നൈയാമിക തലത്തിൽ നിന്ന് അത് അടുത്ത തലം, ഒരു മോറൽ തലം, ഒരു സാൻമാർഗിക തലം, മൂന്നാമത്തെ തലം അതൊരു ദൈവികമായ തലം. അത് നഷ്ടം സഹിച്ചുകൊണ്ട് പോലും അത് നീതി ചെയ്യുന്ന ആ തലത്തിലേക്കുള്ള വളർച്ച നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ധന്യമാക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. സ്നേഹമുള്ളവരെ, ഇനി നാം ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. അമ്മയുടെ ജീവിതത്തിലെ ദൈവദൂതൻ വന്ന് അമ്മയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അമ്മയുടെ മുമ്പിൽ അരുളപ്പാടുകൾ ഉണ്ടാകുന്നു. ദൈവദൂതൻ വന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട പരിശുദ്ധ അമ്മ അസ്വസ്ഥയാവുകയാണ്. അസ്വസ്ഥയായ പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ അരുൾ ചെയ്തു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ ഈശോ എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ മറിയം ദൂതനോട് പറയും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തോട് തന്നെ സംശയങ്ങൾ ഹൃദയം തുറന്ന് ചോദിക്കുന്ന പരിശുദ്ധ അമ്മയെ ഇവിടെ നാം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, അത് ദൈവത്തോട് നമ്മൾ ചോദിക്കണം. അമ്മ ചോദിച്ചില്ലേ? പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതല്ലേ? അതല്ലേ പ്രാർത്ഥന. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ മാനുഷിക ബുദ്ധിക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? അത് ചോദിക്കണം. അത് ചോദിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രഹസ്യം അവിടെ വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് പരിശുദ്ധാത്മാവ്
ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞ് ദേവദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദേവദൂതൻ മറുപടി നൽകുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിൻ്റെ തലങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ തലം ദൈവദൂതനെ കാണാനായിട്ടുള്ളൊരു വിശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. കൃപ നിറഞ്ഞൊരവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ്. കൃപ നിറഞ്ഞ അവസ്ഥയിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മൾ ശ്രവിക്കുകയുള്ളൂ. ആ വിശുദ്ധിയുടെ തലത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അത് ആദ്യത്തെ ഒരു തലം അതാണ്. കൃപ നിറഞ്ഞ വിശുദ്ധിയുടെ അവസ്ഥയിലായിരിക്കുക. സ്നേഹമുള്ളവരെ, പാപങ്ങൾ, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി കുമ്പസാരിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റു പറയണം. അത് മാതാപിതാക്കൾ ചോദിക്കണം, മക്കളോട് ചോദിക്കണം, കുമ്പസാരിക്കുന്നുണ്ടോ? ആ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കണം. കൃപയിൽ നിറഞ്ഞതുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ആ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. ഇതാണ് ആദ്യത്തെ ചിന്ത. അത് എന്നിട്ട് ദൈവദൂതൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ മനസ്സിൽ സംശയം ഉണ്ടാവുകയാണ്. ആ സംശയങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധ അമ്മ പോലും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചതാണ്. ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളാകാം, തകർച്ചകളാകാം, ജീവിതത്തിന് വ്യത്യസ്തമായ തലങ്ങളാകാം. ചോദിക്കണം, ഇതെങ്ങനെ, ഇതെന്താ ഇങ്ങനെ? തമ്പുരാനോട് ചോദിക്കണം. ആ സ്നേഹത്തോടു കൂടി ചോദിക്കണം. ചോദിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയും, കർത്താവ് നമുക്ക് അരുളപ്പാടുണ്ടാകും. ഇതാണ് വേണ്ടത്, ഇതാണ് നീ ചെയ്യേണ്ടത്, നിന്നിൽ നിന്ന് ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഞാനിത് അനുസരിക്കുന്നു. ഇതാണ് അനുസരണം, യഥാർത്ഥത്തിലുള്ള അനുസരണം. എൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ദൈവം പറയാണ്, നീ ഇതാണ് ചെയ്യേണ്ടത്. അത് പിന്നെ അവിടെ തർക്കങ്ങളില്ല. അതൊരു പക്ഷേ അധികാരികളിലൂടെയാകാം, മാതാപിതാക്കൾ വഴിയാകാം ദൈവം സംസാരിക്കുന്നത്. അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ജീവിത മാതൃക നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയൊരു ദൃഷ്ടാന്തമായിട്ട് തീരുകയാണ്. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞ അമ്മ, ദൈവത്തിൻ്റെ സ്വരം അതുകൊണ്ടാണ് കേൾക്കുന്നത്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അരുളപ്പാടുകൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എങ്ങനെ എന്ന് ചോദിക്കാൻ ആർജവത്വമുള്ള പരിശുദ്ധ അമ്മ ദൈവത്തോട് ചോദിക്കുക. പ്രാർത്ഥനയുടെ തലം. അവസാനം ദൈവം അരുൾ ചെയ്യുമ്പോൾ അനുസരണത്തിൻ്റെ തലം. ഞാനിത് അനുസരിക്കുന്നു, ഞാൻ എന്നെ വിട്ടു നൽകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു ചിന്ത കൂടി ഇതോടുകൂടി മനസ്സിലേക്ക് ധ്യാനിക്കേണ്ടതുണ്ട്. ദൈവത്തിനെ നമ്മെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ ദാസനും ദാസിയുമായിട്ട് കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കും. പലപ്പോഴും ഇപ്പോൾ കുടുംബങ്ങളിൽ പലതരം അടിമത്തങ്ങളുണ്ട്, പലതിൻ്റെയും അടിമത്തത്തിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ ദാസനായിട്ട്, കർത്താവിനെ സ്വന്തമായിട്ട് നാം തീരണം. കർത്താവിനെ സ്വന്തമായിട്ട് നാം രൂപാന്തരപ്പെടുകയാണെങ്കിൽ നാം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായിത്തീരും. ഈശോ പറയുന്നുണ്ടല്ലോ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായിത്തീരും. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വളരണമെങ്കിൽ കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. നാം ധ്യാനിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു തിരുകുടുംബത്തെക്കുറിച്ച്. ഔസേപ്പിതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നീതിമാൻ, ആ നീതിയുടെ തലം, കാരുണ്യത്തിൽ മുട്ടി നിൽക്കുന്ന നീതിയുടെ തലം. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ. ദൈവത്തോട് പോലും സ്നേഹപൂർവ്വം ചോദ്യങ്ങൾ ചോദിച്ച് ദൈവം അരുളുന്നത് സന്തോഷത്തോടു കൂടി അതിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിൻ്റെ തലം നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.